Nitya Biju. Nitya. മോളെ ഏതൊക്കെ രണ്ട് കണ്ടക്ടേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചത്? നിത്യ പറഞ്ഞു, ആൻസർ പറഞ്ഞു. നിത്യ ഇല്ല. രൂപയും രാജിയും. രൂപ രൂപായും രാജിയും. ഹരിലാൽ ബാലകൃഷ്ണൻ. അമ്മോനെ നമ്മൾ ഏതൊക്കെ രണ്ട് കണ്ടക്ടേഴ്സാണ് പഠിച്ചത്? ഏതൊക്കെ ഷേപ്പിലുള്ള കണ്ടക്ടേഴ്സാണ് പഠിച്ചത്? സ്ട്രേറ്റ് കണ്ടക്ടർ പഠിച്ചു. പിന്നെ ഒരെണ്ണം സർക്കുലർ കോയിൽ പഠിച്ചു. ഓക്കെ. And the magnetic field around a straight conductor carrying current. The shape of the magnetic field around a straight current carrying conductors. എന്തായിരുന്നു ഷേപ്പ് എന്ന് പറയുന്നത്? സോണിയ അനിമോൻ, എന്തായിരുന്നു ഷേപ്പ് എന്ന് പറയുന്നത്? സോണിയ. സൂരജ്. ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നതിൽ കാര്യമില്ല കേട്ടോ. നർജിസ. Amrita is Kumar. Teacher. Amole, what's the shape of the magnetic field around a straight current carrying conductor? Circular. It is circular in shape. അല്ലേ? അപ്പം ഞാൻ നർജിസെ ഒന്ന് വിളിച്ചിട്ട് വേണ്ടിയിട്ടില്ല. അതിന് മുന്നേ ഒരാളെ കൂടെ വിളിച്ചിരുന്നുണ്ട്. സൂരജ്. It is circular in shape. Again we came to the magnetic field around a circular coil carrying current. There we have seen magnetic field inside the coil is very strong as compared to the outside. And the shape in multiple. If it is clockwise direction, it is towards the coil, and if it is anti-clockwise direction, it is away from the coil. പിന്നെ നമ്മൾ കറണ്ട് മാഗ്നെറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. രണ്ട് കണ്ടക്ടേഴ്സ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി തേർഡ് വൺ, മൂന്നെണ്ണേ ഉള്ളൂ പഠിക്കാൻ. വി ആർ ഗോയിങ് ടു തേർഡ് വൺ. ആ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ പഠിച്ചു. പിന്നെ നമ്മളിങ്ങനെ ഒരു സർക്കുലർ കോയിലാക്കി പഠിച്ചു. ഇത് രണ്ടും നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയത്. ഇനി ഈ ഒരു സർക്കുലർ കോയിൽ തന്നെ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റുന്നത് നമ്മൾ പണ്ടൊരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് എയ്ത്തിൽ ചെയ്ത രീതിയാണ്. ഓക്കെ. നമ്മൾ ഏതെങ്കിലും ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള, ഞാനിപ്പോൾ ഒരു പെൻസിൽ എടുത്ത് നമുക്കൊരു PVC പൈപ്പ് എന്തെങ്കിലും എടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ ചുറ്റുമ്പോൾ കിട്ടുന്നൊരു ഷേപ്പ് ഉണ്ട്. ഓക്കെ. ഇങ്ങനെ ചുറ്റുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടും അല്ലേ? നമുക്ക് പരിചയമുള്ള ഷേപ്പാണിത്. നമ്മൾ പണ്ടത്തൊക്കെ ഒരു പേന ഉണ്ടായിരുന്നു, അത് നമ്മളിൽ സ്പ്രിങ് ഒക്കെ വെക്കുമായിരുന്നു. സ്പ്രിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, സ്പ്രിങ് ഇരിക്കുന്നത്. ഏകദേശം ഈ ഷേപ്പാണ് അല്ലേ? ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. നമ്മളൊന്ന് 8ാം ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയാണ് ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിങ്ങനെ തന്നെയാണ് ചുറ്റുന്നത്. ഇറ്റ്സ് കോൾഡ് സോളിനോയിഡ്. ഓക്കെ. സ്പൈറൽ ഷേപ്പിൽ നമ്മളിങ്ങനെ ഇൻസുലേറ്റഡ് കമ്പി ചുറ്റിയെടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. സോ നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സോളിനോയിഡ് ഹു ഈസ് ക്യാരിയിങ് കറന്റ്. ഓക്കെ. ഷേപ്പ് മാത്രം പഠിച്ചാൽ പോരാ, നമുക്കറിയാം. അതിനോടൊപ്പം നമ്മൾ എന്തും കൂടി പഠിക്കണം. നിഷ മനോജ്, ഷേപ്പ് മാത്രം പഠിച്ചാൽ മതിയോ? നിഷ ആ ഷേപ്പ് മാത്രം പഠിച്ചാൽ എന്തുകൂടെ പഠിക്കണം നമ്മൾ? Direction. Yes, we have to find
direction also. Okay, so ഒരു solenoid we are passing current through a solenoid. Then we have to find the, after that we have to find the shape of the magnetic field and the direction of the magnetic field also. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം ഒന്ന് വരയ്ക്കാം. നിങ്ങളും വരയ്ക്കണം. ഫൈനലി ഞാൻ പറയുമ്പോൾ ഒന്ന് വരയ്ക്കും. ഇപ്പോൾ ഉടനെ വരയ്ക്കണം എന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് കൂടെ വരച്ച് ഇതാണ് നമ്മൾ വരയ്ക്കാം. ഓക്കെ, വരച്ചിരുന്നതോടെ കറണ്ട് പാസ് ചെയ്യണം. കറണ്ട് പാസ് ചെയ്യാൻ ബിൻഷ ബൈജു pass the current through the solenoid. We have to connect it to a എന്ത് കണക്ട് ചെയ്യണം? കേട്ടില്ല മോളെ? ബിൻഷ, നമ്മൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ നമ്മൾ എന്താ കണക്ട് ചെയ്യണ്ടേ? സെൽ അല്ലേ? We have to connect a cell, and to control the current through the circuit we have to connect a back switch also, and to regulate the current we can connect a rheostat also. Okay, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാം. Okay, so the circuit is ഇപ്പോൾ complete ആയിട്ട് when we switch on the circuit, current passes. Shilpa is Shilpa മോളെ കറണ്ട് പാസ് ചെയ്യുന്ന എവിടെ അങ്ങോട്ടാ മോളെ? കറണ്ട് പാസ് ചെയ്യുന്ന ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ശില്പ കേൾക്കുന്നില്ല മോളെ, സൗണ്ട് കട്ടായി പോകുന്നുണ്ടല്ലോ. സൗണ്ട് കട്ടായി പോകുന്നു, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം സംഗീത് സെലിൻ എവിടെ നിന്ന് എങ്ങോട്ടാ കറണ്ട് പാസ് ചെയ്യുന്ന എപ്പോഴും? സംഗീത് from positive terminal of the battery to the negative terminal. ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കുന്നില്ല. അപ്പം നിങ്ങൾ എനിക്ക് എന്താ ടീച്ചർ ഇങ്ങനെ എല്ലാ ക്ലാസ്സിലും, പക്ഷേ ഇത്ര നമ്മൾ പഠിപ്പിച്ച് നോക്കുക ലാസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ഇത് ഡൗട്ടുള്ളവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഫ്രം പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ദ ഷേപ്പ്. സോ when the current is passing through the solenoid, a magnetic field will be developed in the conductor. അതിൻ്റെ ഷേപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. ഷേപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു മാർഗം നമ്മൾ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നില്ല. ബട്ട് ദർ ഇസ് എ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതെന്തായിരുന്നു? കെസിയാം അറിയാം ടീച്ചർ? ആ മോളെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ നമ്മളൊരു മെത്തേഡ് പറയുന്നുണ്ടല്ലോ, എന്താണ്? നമുക്കിപ്പോൾ ഇന്ന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് അറിയാം. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അയൺ ഫയലിംഗ്. യെസ്, വെരി ഗുഡ് അല്ലേ? നമ്മളൊരു കാർഡ്ബോർഡ്, ഒരു പേപ്പർ ഇവിടെ വെച്ചിട്ട് we have to pour iron filings in it. Okay, so in which direction, in which shape the magnetic iron filings arranged, അതാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഷേപ്പ് ഓഫ് ദ iron filing shows the shape of the magnetic field. അങ്ങനെ നോക്കിയാൽ കിട്ടുന്നൊരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് ഇറ്റ്സ് സിമിലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് ബാർ മാഗ്നറ്റ് നമുക്ക് എന്താണ് നോർത്തും സൗത്തും ആണെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? സോ ഇൻ ദ സെയിം വേ the bar magnetic shape എങ്ങനെയാണോ, magnetic field shape എങ്ങനെയാണോ, in the same shape here also we get. Okay, the iron filings will be arranged in the same shape. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ എല്ലാവരുടെയും, ഞാൻ പ്രസൻറ്റ് ചെയ്താലോ ടെക്സ്റ്റ് ബുക്ക് കൂടി ഒന്ന് എടുത്തോളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഐ വിൽ say the page number and figure 2.9, page number 39 ഉണ്ടോ? എടുത്ത മക്കളെല്ലാവരും ഒന്ന് റഫായിട്ടൊന്ന് വരയ്ക്കേണ്ടി വരും. നിങ്ങളിപ്പം ഞാൻ വിളിക്കുന്നവർ എന്നെ കാണിച്ചും കൂടി തരണം വരച്ചത്. ഒരു സോളിനോട് വരയ്ക്കുക, സോളിനോഡിന് കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് വരയ്ക്കുക. ദെൻ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ സോളിനോട് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഷേപ്പ് കിട്ടി, ഷേപ്പ് കുഴപ്പമില്ല, ഷേപ്പ് കിട്ടി നമുക്ക്. ഇനി വി ഹാവ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ അല്ലേ? നമ്മളിപ്പം സർക്കുലർ കോയിലിൻ്റെ കേസിലും സ്ട്രെയിറ്റ് വയറിൻ്റെ കേസിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഷേപ്പ് പറഞ്ഞ ശേഷം ഡയറക്ഷൻ പറഞ്ഞു. പ്രാർത്ഥന മോളെ, നമ്മളൊരു റൂള് പഠിച്ചല്ലോ മോളെ, ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ റൂള് പഠിച്ചില്ലേ? വെരി ഗുഡ്. അതിൻ്റെ കൂടെ റൈറ്റ് ഹാൻഡ് തമ്മിലോട്ട് കൂടെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരും കൂടെ ചേർത്തായിരുന്നു നമ്മൾ പറയുന്നത്. എന്തായിരുന്നു?
മാക്സ്വെൽ കേട്ടോ. മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. കംപ്ലീറ്റ് ആയിട്ട് പേര് എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. മാർക്ക് കുറയത്തില്ല, ചിലപ്പോൾ കുറയത്തില്ല, ചിലപ്പോൾ കുറഞ്ഞെന്ന് വരാമെന്നാണ് പറയുന്നത്. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇനി നമ്മൾ റൂൾസ് പഠിക്കുന്നുണ്ട് കേട്ടോ, ഇനി വേറെ സയൻസിൻ്റെ റൂൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ്, യൂസിങ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യു ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് വി ആർ യൂസിങ് അനദർ മെത്തേഡ്. ഓക്കെ, ആ മെത്തേഡ് എന്താണെന്ന് ടീച്ചറിന് പറയാൻ പോകുന്നത്. അതിൽ നമുക്കറിയാം കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ ഉണ്ട്. കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒരു സർക്കുലർ കോയിലിൻ്റെ കേസിൽ നമ്മളത് രണ്ടും പറഞ്ഞാണ്. കറണ്ട് പാസ് ചെയ്യുന്നതിന് രണ്ട് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ടീച്ചർ ആദ്യത്തെ അതിലൊരു ഡയറക്ഷൻ വരച്ചിട്ടുണ്ട്. അബിൻ സന്തോഷ്, മോനെ ആദ്യത്തെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനാണ് കറണ്ട് പാസ് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? സൗത്ത് എന്ന് പറയാം നമ്മൾ. കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ രണ്ട് രീതിയിൽ പറയാൻ പഠിച്ചു. ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനും മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? സോ ദ ഫസ്റ്റ് ഫിഗർ ഷോസ് ഇൻ വിച്ച് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഓർ ക്ലോക്ക് വൈസ്? യെസ്, ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ്. നിങ്ങൾ സൗത്ത് എന്ന് പറഞ്ഞാൽ ആദ്യമേ. അശ്വതി വി, Ashidi, the second figure shows current passing in which direction? Ashwini. മോളെ ഇതിൽ ഏത് ഡയറക്ഷൻ ആണ് മോളെ കാണിക്കുന്നത്? സെക്കൻഡ് ഫിഗറിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ റൂള് പറയുന്നത്. മാക്സിമം റൈറ്റ് ഹാൻഡ് നമ്പർ റൂൾ യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ഡയറക്ഷൻ പറയുന്നത്. വെദർ ദ കറണ്ട് പാസിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അത് നമ്മൾ മനസ്സിലാക്കാം. അത് മനസ്സിലാക്കുമ്പോൾ ആക്ച്വലി ചെറിയ പ്രോബ്ലംസ് വരാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു സോളിനോഡ് എന്ന് വെച്ചാൽ ഇതാണ് ഒരു സോളിനോഡ്. ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനത്തെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ വരച്ച് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊരു ആക്ച്വലി ഒരു 3 ഡയമെൻഷണൽ ഫിഗറാണ്. ഇനി ഒരു 2 ഡയമെൻഷണലായിട്ട് നമ്മളൊരു ബുക്കിലോ ബോർഡിലോ ഒക്കെ വരച്ച് വെക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്നാലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫിഗറൊക്കെ ആണെങ്കിൽ കുറച്ച് മനസ്സിലാവും. പുതിയ പുതിയ ഫിഗർ വരുമ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വരാറുണ്ട് കേട്ടോ സാധാരണ. ഇപ്പോൾ ടീച്ചർ ഇത് കാണിച്ച് തന്നെ പഠിപ്പിക്കാം. ഇത് കാണിക്കുമ്പോൾ ടീച്ചറിൻ്റെ കയ്യിലൊരു സോളിനോട് ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇതിൽ നിങ്ങളെ ഫേസ് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇത്. ഇപ്പോൾ കറണ്ട് ഇവിടെ നിങ്ങളെ ഫേസ് ചെയ്യുന്ന ആ പാർട്ടിലൂടെ ഒഴുകി 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 എൻ്റെ അടുത്തോട്ട് വരികയെന്നിരിക്കട്ടെ. ഇവിടെ നിങ്ങോട്ട് കറണ്ട് പാസ് ചെയ്ത് വരികയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുന്ന ചുറ്റും നോക്കൂ. ജസ്റ്റ് സീ ദി സ്റ്റാർ ഹൗ ദ കറണ്ട് ഈസ് പാസിങ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇറ്റ് ഈസ് ഇറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഓർ ക്ലോക്ക് വൈസ്? നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ക്ലിയർ ആയിട്ട്? വൈറ്റ് കളർ ആയിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? സോ കറണ്ട് ഇങ്ങനെയാണ് കയറി വന്നിരിക്കുന്നത്. കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൃദ്യ സുധീൻ, ഹൃദ്യ ഇത് വരച്ചുകൊണ്ട് ഇട്ടോട്ടോ നിങ്ങളെല്ലാവരും. ആ ഹൃദ്യ മോളെ, മോളെ ഫേസ് ചെയ്യുന്ന ഈ പാർട്ടുണ്ടല്ലോ, ഇത് ഈ കറണ്ട് ഫ്ലോയിങ് എങ്ങനെയാണ് മോളെ? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ലെഫ്റ്റ് വൈസ് ഇരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി അല്ലേ? ഇറ്റ് ഈസ് എൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലേ? അത് മനസ്സിലാക്കാനുള്ളത് മാത്രമുള്ള സോളിനോഡിലെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള മാത്രം, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ചില ഫിഗർ കാണുമ്പോൾ ഇപ്പോൾ ഇത് തന്നെ നോക്കിയാൽ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ? ഫിഗർ കാണുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരാം. അല്ലാതെ ശരിക്കും സോളിനോഡ് നോക്കി ഇറ്റ് ഈസ് ആക്ച്വലി ഈസി ഫോർ us. സോ ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇഫ് ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സൗത്ത് അല്ല നോർത്ത് കേട്ടോ, നോർത്ത്. അതാണ് പോൾസ് കണ്ടുപിടിക്കാനുള്ള മാർഗം. ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോർത്ത്. തിരിച്ച് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ, ഇതിപ്പോൾ ചുറ്റിയ രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇതിൻ്റെ ചുറ്റിയാൻ മാറ്റി എടുക്കേണ്ടി വരും. ക്ലോക്ക് വൈസ് കാണിക്കുവാണെങ്കിൽ തിരിച്ച് ചുറ്റാൻ നിൽക്കട്ടെ, ഇങ്ങനെ ചുറ്റട്ടെ.
തിരിച്ചു ചുറ്റി. ഓക്കെ, ചുറ്റി തിരിച്ചു. ഇനി നിങ്ങളുടെ ഫേസ് ചെയ്യുന്ന പാർട്ട് നിങ്ങളൊന്ന് നോക്കിയേ എങ്ങനെയാണ് ഞാൻ അവരോട് ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നു? ഇർഫാന ദാവൂദ് ടീച്ചർ. മോളെ ഇപ്പം നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുന്ന ആ ടേൺ നിങ്ങളൊന്ന് നോക്കൂ. കറണ്ട് ഇപ്പോൾ അവിടുന്ന് അങ്ങോട്ടാണ് ഫേസ് ചെയ്തെങ്കിൽ നോക്കൂ. ഇപ്പോൾ കറണ്ട് ഇതിലൂടെ ഒഴുകി ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുന്ന ടേണിൽ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഓർ ക്ലോക്ക് വൈസ്? ക്ലോക്ക് വൈസ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നോക്കിയിട്ട് പറയാൻ മനസ്സിലായല്ലോ. മനസ്സിലായി ടീച്ചർ. It is in clockwise direction. The pole on that side is south. Okay. ഇത് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാലും if it is anti-clockwise there is north pole. If it is clockwise, if the current is flowing in the clockwise direction, it is south pole. അപ്പോൾ ഇതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നു ഫ്രം ഹിയർ ടു ഹിയർ ആണെങ്കിൽ ഇത് സൗത്തും ഇത് നോർത്തും ആയിരിക്കും. ഒരു ഭാഗം സൗത്ത് ആണെങ്കിൽ മറ്റേ ഭാഗം നോർത്ത് ആയിരിക്കും. നമ്മൾ നേരത്തെ തിരിച്ചാണ് ചുറ്റിയെങ്കിൽ ഈ എൻ്റെ നോർത്തും മറ്റേ ഭാഗം സൗത്തും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഹൗ ദ കറണ്ട് ഫ്ലോസ്, ഹൗ ദ ഡയറക്ഷൻ ഓഫ് വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, വെദർ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സൗത്തും നോർത്തും നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഇനി അത് നമ്മൾ തിരിഞ്ഞ് പോവാതിരിക്കാനായിട്ട് ചെറിയൊരു ട്രിക്ക് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള തന്നെയാണ്. നമ്മൾ സൗത്ത് നിന്ന് നിർത്തുമ്പോൾ ഇങ്ങനെയായിരിക്കും നിർത്തുക അല്ലേ? ഓക്കെ, ആ നിർത്തുന്ന വാല് വരും, അതിൻ്റെ ടെയിലിൽ ഒരു ജസ്റ്റ് ഒരു ആരോ മാർക്ക് വരും കേട്ടോ. അപ്പോൾ നോക്കിയത് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെയായിരിക്കും. ഇത് ഇസ് ഇറ്റ് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്? അബിൻ സന്തോഷ്, അവിടെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു അല്ലേ? ഋഷികേഷ് മോനെ ഇപ്പം ടീച്ചർ സൗത്തിൻ്റെ വാലിനൊരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. സൗത്തിൻ്റെ വാലിലൊരു ആരോ മാർക്ക് ഏത് ഡയറക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നോക്കൂ, ഐ ഹാവ് ജസ്റ്റ് പുട്ട് ആൻ ആരോ മാർക്ക് ഓവർ ഹിയർ. ആ ആരോ മാർക്ക് ഏത് ഡയറക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ്. അപ്പോൾ അത് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. The current flows in clockwise direction, that pole is south. തിരിച്ച് അതേപോലെ നോർത്ത് നമ്മൾ ഇങ്ങനെ എഴുതി നിർത്തുക. ഓക്കെ, ഇപ്പം നോക്കിയാൽ ആരോ മാർക്ക് കാണിക്കുന്നത് എങ്ങോട്ടാണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയില്ല. അല്ല എക്സാമ്പിളിലൊക്കെ വന്നിരിക്കുക നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവും, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ. അപ്പോൾ സൗത്തിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു വാലിട്ടിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും the current flows in clockwise direction, that pole will be south. The current flows in the anti-clockwise direction, that pole will be north. അപ്പോൾ നമ്മൾ ആ കാര്യം പഠിച്ചു. ഇനി നമ്മളിപ്പോൾ ഇതൊരു സോളിനോട് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് പുട്ട് സൗത്ത്, വെദർ നോർത്ത് ഓർ സൗത്ത് എന്ന് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യും. നമുക്ക് കറണ്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് വരച്ചതനുസരിച്ച് കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് കറണ്ട് ഇങ്ങനെ ഒഴുകിയാൽ കഴിയും. സോ ഐ ഹാവ് ഫീൽ ഇറ്റ് ഇസ്. അതുകൊണ്ട് നിങ്ങളുടെ ബുക്കിൽ വരച്ചിട്ട് നിങ്ങളുടെ ബുക്ക് വെച്ച് നോക്കേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ബോഡി വരച്ചിരിക്കുന്ന ബോഡി നോക്കുവാണ്. നിങ്ങളിപ്പോൾ നോട്ട്ബുക്കിലേക്ക് വരച്ചിട്ടുണ്ടാവും. നോട്ട്ബുക്കിലേക്ക് വരച്ചത് നോട്ട്ബുക്ക് വെച്ച് നോക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വന്നത്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ വന്നു ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. സോ ഐ ജസ്റ്റ് ഫീൽ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എന്നെ സംബന്ധിച്ചത് സൗത്ത് പോളാണ്. നിങ്ങൾ വരച്ചിരിക്കുന്ന അനുസരിച്ചായിരിക്കും. നിങ്ങൾ ഇതേപോലെയാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ വരും. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വരയ്ക്കാം. സിമിലർലി ഇഫ് ഇറ്റ് ഈസ് സൗത്ത് ദ അതർ പോൾ ഇസ് നോർത്ത്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു പോളും നോക്കിയാൽ മതി കേട്ടോ, രണ്ട് പോളും കൂടെ നോക്കണ്ട. അങ്ങനെയാണ് നമ്മളൊരു സോളിനോഡിൻ്റെ പോൾസ് മാർക്ക് ചെയ്യുക. സൗത്ത് നോർത്തും മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്ത ശേഷം ഇപ്പോഴും ഡയറക്ഷൻ ആയിട്ടില്ല. ഡയറക്ഷൻ നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. നമ്മൾ സൗത്ത് നോർത്ത് ഒരു സോളിനോഡിന് one end will be north and another one will be south. അത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ ഇൻ ദ കേസ് ഓഫ് ബാർ മാഗ്നറ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ പറയാൻ അറിയാമോ? ശില്പ എസ് ഏഞ്ചൽ ഐസക് മോളെ ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിൽ നമ്മൾ ഷേപ്പ് വരച്ചു. ഡയറക്ഷൻ പറയാൻ അറിയാമോ? പോസിറ്റീവ് ടു നെഗറ്റീവ്. ബാർ മാഗ്നറ്റിന് എവിടെയാണ് മോളെ പോസിറ്റീവ് നെഗറ്റീവ്? ക്ലോക്ക് വൈസ് അല്ല, പിന്നെ പോയി. ഇതാണ് ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പ്. ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെ നമ്മുടെ ആരോ മാർക്ക് ഇട്ടെടുക്കാം? ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല. സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് തിരിഞ്ഞു പോയി കേട്ടോ. ആകെ വെപ്രളായി പോയി. നോർത്ത് ടു സൗത്ത് കേട്ടാ.
ദിസ് നോർത്ത് ടു സൗത്ത്. ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ എഴുത്തിലൊക്കെ പഠിച്ച് ഷേപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ഇൻ സൗത്ത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോർത്തും സൗത്തും കിട്ടി. നോർത്തും സൗത്തും കിട്ടി. ഇനി എളുപ്പമായില്ലേ നമുക്ക് ഫ്രം നോർത്ത് ടു സൗത്ത് ആരോ മാർക്ക് ഇട്ട് കൊടുത്താൽ പോരെ? ജോബിത് ആ ഉണ്ട്. ജോബിത്തെ മനസ്സിലായോ? പറഞ്ഞെന്തോന്ന്? നോർത്തും സൗത്തും കണ്ടുപിടിക്കാം സോളിനോയിഡിൽ. പിന്നെ നമുക്കറിയാം ഓൾവേസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അതുപോലെ പണ്ട് ബാർമാറ്റിന്റെ കേസിൽ പഠിച്ചതാണ്, നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നോർത്തും സൗത്തും കണ്ടുപിടിക്കുന്ന പണിയുള്ളൂ. പിന്നെ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് നമ്മൾ ആരോ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. In the case of a solenoid, how will you find the shape? We now studied how we will mark the direction of the magnetic field. നമ്മളിപ്പോൾ പഠിച്ചത്. അതിന് നേരത്തെ നമ്മൾ in the case of straight conductor ആയാലും circular coil ആയാലും we have used the Maxwell's right hand thumb rule to find the direction. ഇവിടെ നമ്മൾ അത് അങ്ങനെയല്ല യൂസ് ചെയ്തത്. നമ്മൾ ഇത്രയും ചെയ്യുന്നുള്ളൂ. Just to see how the current flows ഉള്ളതാണ് ആദ്യം. If it is in clockwise or anti-clockwise ഉള്ളത് ആദ്യം കണ്ടുപിടിക്കാം. ക്ലോക്ക് ആണെങ്കിൽ സൗത്ത് പോൾ എന്ന് മാർക്ക് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദർ ഷുഡ് ബി നോർത്ത് പോൾ. നമ്മളൊരു ഫിഗർ തന്നാൽ രണ്ടും നോക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു എൻഡ് നോക്കിയാൽ മതി. സൗത്ത് ആണെങ്കിൽ അപ്പുറത്തെ എൻഡ് എന്തായാലും നോർത്ത് ആയിരിക്കും. ഒരിടത്ത് നോർത്ത് ആണ് കിട്ടുന്നെങ്കിൽ അപ്പുറത്തെ എൻഡ് എന്തായാലും സൗത്ത് ആയിരിക്കും. അപ്പോൾ നമുക്കത് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒരിടത്ത് മാർക്ക് ചെയ്താലും മതി. അതിനുശേഷം യു ക്യാൻ ജസ്റ്റ് ഡ്രോ ദ ആരോ മാർക്ക് ഫ്രം നോർത്ത് ടു സൗത്ത്. ഓക്കെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ വരച്ചു കഴിഞ്ഞ് കാണുമല്ലോ. അങ്ങനെയാണ് ഞാൻ കാണിക്കുന്ന, ഞാൻ പേര് പറയുന്ന 2 പേരൊന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് വരച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. നന്ദന ജയൻ ആൻഡ് അശ്വന്ത് എസ്. നന്ദന ജയലും അശ്വന്ത് എസ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് സോളിനോട് വരച്ച് ഷേപ്പും അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തൊന്ന് കാണിച്ചു തന്നോളൂ. ഇവിടെ 2 പേരും അശ്വന്ത് മൊത്തം വരച്ചില്ല. എന്താണ് മൊത്തം വരച്ചില്ല? എവിടെ വരെ വരച്ചു? ഡയറക്ഷൻ വരച്ചില്ല. ഡയറക്ഷൻ വരയ്ക്കേണ്ട. മറ്റേത് വരച്ചെടുത്തൊന്ന് കാണിച്ചു തരും. മറ്റേ പോയാ റൂബിൻ PS. അശ്വന്ത് വരച്ചത് കാണിച്ചു തരും. റൂബിൻ PS. എന്താണ് വിളിച്ചാൽ മിണ്ടാതിരിക്കുന്ന മക്കളെ? റൂബിൻ PS. അശ്വൻ വരച്ചത് കാണിച്ചു തരൂ. ഇപ്പൊ ഞാൻ പേര് പറഞ്ഞപ്പോ വരച്ചാണൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? പേര് പറഞ്ഞപ്പോ വരച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ ഷേപ്പ് അല്ല, അങ്ങനെയാണ് അശ്വന്റെ ഷേപ്പ് വരയ്ക്കണ്ടേ? അശ്വന്റെ ഷേപ്പ് പോലും വരച്ചിട്ടില്ലല്ലോ. ഡയറക്ഷൻ പറഞ്ഞതൊക്കെ എത്രയോ മുമ്പേ ഞാൻ ഷേപ്പൊക്കെ പറഞ്ഞു തന്നെയാണ്. റൂബിനും വേണ്ടുന്നില്ല. വിച്ചൂസ് ഗൗരി. അതാരായിരുന്നു വിച്ചൂസ് ഗൗരി? ഗൗരി കാണിച്ചു തരും. അമൃത എസ് കുമാർ കാണിച്ചു തരും, വരച്ച് കാണിച്ചു തരും. ഓക്കെ ഓക്കെ ഗൗരി ഇറ്റ്സ് ഓക്കെ കേട്ടോ. നമ്മളെ ഒന്നുകൂടെ ഫോക്കസ് ചെയ്തു, ബ്ലർ ആയിരിക്കും ആ സൗത്ത്. ഓക്കെ 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 അപ്പോൾ ദാറ്റ്സ് ഓവർ കേട്ടോ. അപ്പോൾ സോളിനോയിഡ് നമ്മൾ കഴിഞ്ഞു. സോ ഇനി സോളിനോയിഡിൻ്റെ കേസിൽ നമ്മളിപ്പോൾ പഠിച്ച ഇത്രയൊക്കെയാണ്. വാട്ട്സ് ദ ഷേപ്പ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സോളിനോയിഡ് ആൻഡ് വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ആസ് ഇൻ ദ കേസ് ഓഫ് സ്ട്രെയിറ്റും സർക്കുലറും പഠിച്ച പോലെ വാട്ട് ആർ ദ മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്രയും പഠിച്ചു വെച്ചിട്ട് 2 കേസുകൾ
ആരോൺ യുവർ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ആരോൺ. സോ നമ്മൾ സ്ട്രൈറ്റ് കണ്ടക്ടറും സർക്കുലർ കോയിലും പഠിച്ചു വെച്ചിട്ട് you can say how can you increase the strength of the magnetic field. ഓക്കെ, ഞാൻ ചോദിക്കാം. കൈലാസ്നാഥ് അബു, can you say any one method to increase the strength of the magnetic field around a solenoid? Kailasnath. Harikrishnan PS. ഒരു പോയിന്റ് പറഞ്ഞേ മോനെ, നമുക്ക് മാഗ്നെറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാനുള്ള. നമ്മൾ സ്ട്രേറ്റ് കണ്ടക്ടറിന്റെ കേസിലും ഇതാ സർക്കുലർ കോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പറഞ്ഞേ, അതേ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത്. കേട്ടില്ല, ഫുൾ പറഞ്ഞാൽ കേട്ടില്ല മോനെ. Intensity of electric current. Very good. ഒന്നതാണ് അല്ലേ. The first point is we have to increase the strength of the current. If you increase the strength of the current, you can increase the strength of the magnetic field also. ഇത് നമ്മൾ സ്ട്രേറ്റ് കണ്ടക്ടറിലും പറഞ്ഞു, in the case of circular coiലും പറഞ്ഞു. So in the case of solenoid also we can say if you increase the strength of the current, the magnetic field will be increased. Strength of the magnetic field will be increased. And there is another method. Shyam Kumar. Shyam Kumar. Suhail Sufyan. പറഞ്ഞു സുഹൈൽ. സുഹൈൽ മൈക്ക് ഓൺ ആക്കിയില്ല, പക്ഷെ ഒന്നും കേട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും മെത്തേഡ് തോന്നുന്നുണ്ടോ? പറഞ്ഞു, ഋഷികേഷ് ആണ് പറഞ്ഞത്. ഋഷികേഷ് സ്ട്രെങ്ത് കുറയ്ക്കാം അല്ലേ? അപ്പൊ സ്ട്രെങ്ത് കൂട്ടാൻ എന്താ ചെയ്യാൻ പറ്റുക? അത്രേ ഉള്ളൂ അല്ലേ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. ദാറ്റ് ഓൾസോ വി ഹാവ് ലേൺഡ് ഇൻ ദി കേസ് ഓഫ് സർക്കുലർ കോയിൽ. അത് നമ്മൾ പറഞ്ഞാൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ആകും, അത്രയും ടൈംസ് നമുക്ക് കറണ്ട് കൂടും അല്ലേ. കറണ്ട് കൂടുന്നതനുസരിച്ച് അത്രയും ടൈംസ് മാഗ്നെറ്റിക് ഫീൽഡ് കൂടും. ഒരു ടേൺ ആകുമ്പോൾ ഒരു പ്രാവശ്യം കറണ്ട് വരും. സോ ഇഫ് യു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, അത്രയും ടൈംസ് കറണ്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത്രയും ടൈംസ് മാഗ്നെറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. ഹിയർ ഓൾസോ യു ക്യാൻ സേ just increase the number of turns. Okay, ഈ ലെങ്തിൽ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നെറ്റിക് ഫീൽഡ് വിൽ ബി ഇൻക്രീസ്. കാരണം അത്രയും ടൈംസ് ആണ് കറണ്ട് വരുന്നത്. ആക്ച്വലി നമ്പർ ഓഫ് ടേൺസ് എന്ന് വെറുതെ പറയുന്നത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ്. കാരണം അത് എന്താണെന്ന് ജസ്റ്റ് ടീച്ചർ ഒന്ന് പറയാം. അത് ശരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ എത്ര ചുറ്റുണ്ട്? 1 2 3 4 5 6 7 ടേൺസ് ഉണ്ട്. 7 ടേൺസ് ഇത്രയും ലെങ്ത് ആയിട്ടാണ്, ഇത്രയും ഡിസ്റ്റൻസ് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഈ 7 ടേൺസ് തന്നെ ഞാൻ ഇങ്ങനെ വെച്ചാണ്. ഇതിൽ രണ്ടിലും ബാക്കി എല്ലാം ഐഡൻറ്റിക്കലാണ്, നമ്പർ ഓഫ് ടേൺസ് ഐഡൻറ്റിക്കലാണ്. ബട്ട് ഹിയർ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് വണ്ണിൽ അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടില്ല. ക്യാൻ യു സേ വേർ ദ മാഗ്നെറ്റിക് ഫീൽഡ് വിൽ ബി സ്ട്രോങ്? എവിടെയായിരിക്കും ഗസ് ചെയ്യാൻ പറ്റും? ഇതിനായിരിക്കും കേട്ടോ. അടുത്തടുത്തടുത്ത് കറണ്ട് പാസ് ചെയ്യും. ഇതിനകത്ത് ഇടയ്ക്ക് ഗ്യാപ്പില്ലാതെ അടുത്തടുത്ത്. ഈവൻ ദ നമ്പർ ഓഫ് ടേൺസ് ആർ സെയിം, ദ മാഗ്നെറ്റിക് ഫീൽഡ് വിൽ ബി ഡിഫറെൻറ്റ്. പക്ഷെ നമ്മളിപ്പോൾ അത്രയും പഠിക്കുന്നില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് എന്നേ പഠിക്കുന്നുള്ളൂ. ആക്ച്വലി ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് കറക്റ്റ് മൊത്തം പറയാനാണ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളത് മനസ്സിൽ ജസ്റ്റ് വെച്ചിരുന്നാൽ മതി. യു ജസ്റ്റ് നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ചാലും ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സോ ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നെറ്റിക് ഫീൽഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഇനി ഈ രണ്ട് പോയിന്റ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇൻ ദ കേസ് ഓഫ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ആൻഡ് ഇൻ ദ കേസ് ഓഫ് സർക്കുലർ കോയിൽ ക്യാരിങ് കറന്റ്. ബട്ട് ഹിയർ ഇസ് വൺ മോർ പോയിന്റ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ.
ഓരോ കണ്ടക്ടർ പഠിക്കുമ്പോൾ ഓരോ പോയിന്റ് നമ്മൾ കൂട്ടുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ 8th നിങ്ങൾ ചെയ്ത ഇലക്ട്രോമാഗ്നറ്റ് ഒക്കെ ആലോചിച്ചാൽ മതി. ഇലക്ട്രോമാഗ്നറ്റ് ആക്കാനായിട്ട് നമ്മൾ കോപ്പർ കമ്പി വെറുതെ ഒരു പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ ഇതേ കണക്ക് പെൻസിലിലോ ആണോ ചുറ്റിയെടുത്തത്? ആദി വൈഷ്ണവ് ഓർമ്മയുണ്ടോ? ആദി വൈഷ്ണവ് നമ്മളെ 8th ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ കോപ്പർ ഇതേ കണക്കുള്ള ഇത് കോപ്പർ കമ്പിയാണ് കേട്ടോ, ചെമ്പ് കമ്പി. ഈ കോപ്പർ കമ്പി നമ്മൾ ചുറ്റിയെടുത്ത് എന്തിലായിരുന്നു? ഇതെനിക്ക് പെൻസിലിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പറിലോ വല്ലതും ആണോ? ഓർമ്മയില്ല. ശ്രേയ ഏതിലാണ്? അയൺമയിലായിരുന്നു ചുറ്റിയെടുത്തത് കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ചെയ്ത ഒരു ഇരുമ്പിന്റെ ആണി എടുത്തിട്ട് ആ ഇരുമ്പിന്റെ ആണിയിലാണ് നമ്മൾ ചെമ്പുകമ്പി ചുറ്റിയെടുക്കുന്നത്. ഓക്കെ, ഇരുമ്പിന്റെ ആണി, അത് സോഫ്റ്റ് ആൻഡ് കോർ എന്ന് പറയും, പച്ചിരുമ്പ്. ഓക്കെ, പ്യുവർ ഇരുമ്പാണ് പച്ചിരുമ്പ് എന്ന് പറഞ്ഞാൽ. സോഫ്റ്റ് ആൻഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഈവൻ മോർ സ്ട്രോങ്. ഓക്കെ, നമ്മൾ ഇത് എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം ആക്ച്വലി ഇപ്പോൾ ഞാനിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്, സോളിനോട് ഞാൻ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുക. ആക്ച്വലി ദ കോർ എന്ന് വെച്ചാൽ ഇൻസൈഡ് ദ സോളിനോട് എന്നാണ് കോർ പാർട്ട് നമ്മൾ പറയും. കോർ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ, എർത്തിൻ്റെയൊക്കെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ കോർ എന്ന് പറയാറുണ്ടല്ലോ. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ ആക്ച്വലി ദ കോർ ഹിയർ ഇൻസൈഡ് ദ സോളിനോട് ദർ ഇസ് ഓൺലി എയർ ആണ് കോർ എന്ന് പറഞ്ഞാൽ. ഇനിയാണ് എനിക്ക് പെൻസിലിനെ കോറാക്കി എടുക്കാം, അല്ലേ, ഒരു പ്ലാസ്റ്റിക് പൈപ്പിനെ കോറാക്കി എടുക്കാം. കോർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മെറ്റീരിയലും യൂസ് ചെയ്യാം. ബട്ട് ഇഫ് യു യൂസ് സോഫ്റ്റ് ആൻഡ് ആസ് ദ കോർ മെറ്റീരിയൽ it will be a stronger magnetic field will get. Okay, so use the soft iron core as the core material. അത് നമ്മൾ പറയും. സോഫ്റ്റ് ആൻഡ് കോറിലാണ് നമ്മൾ കൂടുതൽ ഇതെല്ലാം ചുറ്റിയെടുക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് ഇതിനെ ബേസ് ചെയ്ത് സോളിനോട് യൂസ് ചെയ്യുന്നുണ്ട്, മോട്ടോറിലും. ഒന്നുമില്ല, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കുറവായിരിക്കും, അത്രേ ഉള്ളൂ. സ്ട്രെങ്ത് കുറവായിരിക്കും, സ്ട്രോങ് ആയിരിക്കില്ല മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ആൻഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. കാരണം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി എല്ലാം കൂടെ 8ാം ക്ലാസ്സിൽ പഠിച്ചാൽ നിങ്ങൾ ബോറടിപ്പിക്കാൻ. നമ്മൾ പെർമിയബിലിറ്റിയും റീറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞ 2 സംഭവങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? പെർമിയബിലിറ്റി, സോഫ്റ്റ് ആൻഡ് കോർ. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു സോഫ്റ്റ് ആൻഡ് കോർ ഹാസ് മോർ പെർമിയബിലിറ്റി, അല്ലെ, എയറിനേക്കാളും പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി മീൻസ് ഇറ്റ് അലൗസ് മോർ മാഗ്നറ്റിക് ലൈൻസ് ടു പാസ് ത്രൂ ഇറ്റ്. പെർമിയബിലിറ്റി കൂടുതലാണ് സോഫ്റ്റ് ആൻഡ് കോർ. ഇപ്പോൾ സോഫ്റ്റ് ആൻഡ് കോർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് തന്നെ വിട്ട് കൂടിയ നല്ല കനം കൂടിയ സോഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഏരിയ ക്രോസ് സെക്ഷൻ കൂടിയതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പോൾ സോളിനോയിഡിൻ്റെ കേസിൽ ദർ ഇസ് ഈവൻ വൺ മോർ മെത്തേഡ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. യൂസ് തിക്കർ ആയിട്ടുള്ള, ഓക്കെ, ഏരിയ ക്രോസ് സെക്ഷൻ കൂടിയ മാഗ്നറ്റിക് അയൺ കോർ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സോളിനോയിഡിൽ പഠിച്ചത്. ഇനി ജസ്റ്റ് ഫിഗർ നിങ്ങൾ കണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ. ദർ വി ഹാവ് കമ്പയർഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ബാർ മാഗ്നറ്റിക് ആൻഡ് ഫിഗർ 2.9 ആണെങ്കിൽ ആ 2.9 എല്ലാവരും ഒന്നുകൂടെ നോക്കിക്കോളൂ. There we are comparing the magnetic field around a current carrying solenoid, and on the left side it is given a bar magnet. രണ്ടും വായിച്ചിട്ടുണ്ട്, ഒരേ ഫിഗറിൽ തന്നെ രണ്ടും വായിച്ചിട്ടുണ്ട്. Bar magnet is shown on the left side and a current carrying solenoid is shown in the right side. ഇനി നമ്മൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അത് കമ്പയർ ചെയ്യാൻ പോവാം. അതാണ് നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ളത്. അതിൽ 1 point is already given. ശ്രീരഞ്ജിനി ഇപ്പം ഉണ്ടായിരുന്നല്ലോ. ശ്രീരഞ്ജിനി എനിക്ക് ചാറ്റിൽ മെസ്സേജ് ഒക്കെ ഇട്ടല്ലോ. എന്നാ അഭികൃഷ്ണൻ, മോനെ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ബൈ കമ്പയറിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് ആൻഡ് ബാർ മാഗ്നറ്റ്. ദർ ഇസ് 1 point is already given in the text book. അതൊന്ന് റീഡ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പോയിന്റ്. Have you opened the textbook? അഭികൃഷ്ണൻ, ഏഞ്ചലൈസ് ഒക്കെ എന്താ അടുത്ത ക്ലാസ് കയറി എന്താ ഏഞ്ചൽ? ബാക്ക് അടിച്ച് ലിങ്ക് അടിച്ച് മാറിപ്പോയതാ, ബാക്ക് ആയി പോയ കോള് വന്നു. ഓക്കെ എന്നാ അഭികൃഷ്ണൻ പറയും മോനെ. എവിടെ മൈക്കോണാക്കിട്ട് കാണുന്നില്ലല്ലോ. സോനു, യെസ്.
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്ത് വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. സോനു, അഭിജിത്തയാ, പറയൂ. വാട്ട്സ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ആ ടേബിളിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് ഒന്ന് വായിച്ചേ. ആണോ? എനിക്ക് കേൾക്കാം. അഭിജിത്ത് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കേൾക്കാം. ഇവിടെ മഴയാണ്. ആ ടേബിൾ ഫിഗർ 2.9 താഴെ ടേബിൾ 2.3 തന്നിട്ടില്ലേ? ടേബിൾ 2.3 അതിനകത്ത് വി ആർ കമ്പയറിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്. ഒരു കമ്പാരിസൺ പോയിന്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത് വായിക്കുക. കേട്ടില്ല? അതെ. ആ Magnetism is permanent. Solenoid, the magnetism is temporary. Temporary. Okay. In the case of a bar magnet, then it is permanent magnetism occurs here. But in the case of a solenoid, it's not permanent. It's only temporary. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നമുക്കൊന്ന് ആലോചിക്കാം. സോജ മിണ്ടുന്നില്ല. സോനു ഉണ്ടായിരുന്നോ? സോനു ഞാൻ നേരത്തെ വെച്ചിട്ട് മിണ്ടിയില്ലല്ലോ. സോനു അഭിനവ് ബാബു, അഭിനവ് ബാബു, അതെന്താ why this magnetism around a solenoid is permanent and not permanent, it's only temporary എന്ന് പറയാൻ കാരണം എന്താ? രണ്ടിന്റെ ഡയറക്ഷൻ രണ്ടാണ്. ഡയറക്ഷൻ രണ്ടായതുകൊണ്ടല്ല. ആർക്ക് പറയാം? Why it is said that the magnetism around a solenoid is only temporary? വെരി ഗുഡ്. ഒരുപാട് പേര് പറഞ്ഞു. അപ്പൊ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. കറണ്ട് പോയാൽ പിന്നെ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. കറണ്ട് വന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പെർമനന്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അന്നേരം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പററി എന്നുള്ള വാക്ക് യൂസ് ചെയ്തത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബാർ മാഗ്നറ്റ് അങ്ങനെയല്ല. അവിടെ ഒന്നുമില്ല. ബാർ മാഗ്നറ്റ് ഹാസ് പെർമനന്റ് മാഗ്നറ്റിസം. എപ്പോഴും അതിനെ കുറിച്ചിട്ട് മാഗ്നറ്റിസം ഉണ്ട്. But in the case of solenoid, it's not permanent because if there is no current, there is no magnetism. If you give current, magnetism occurs. So solenoid is only temporary magnetic field around it. Okay. So first point already it is given the textbook. അതെന്താണ് നമ്മൾ നോക്കുന്നത്. And there are only 2 more points we have to write there. അല്ലേ? അത് നമുക്ക് എന്ത് എഴുതാൻ പറ്റുമെന്നാ? ആർക്ക് പറയാം? ഏതെങ്കിലും ഒരു 2 പോയിന്റ് ആലോചിച്ചിട്ട് ജസ്റ്റ് കമ്പയർ ദ ബാർ മാഗ്നറ്റ് ആൻഡ് ദ സോളിനോയിഡ്. വേറെ എന്തെങ്കിലും ഇതാണ് നമുക്ക് പറയാൻ പറ്റുമോ? രാജൻ എന്തോന്ന് പറഞ്ഞു? രാജു ഒന്ന് പറഞ്ഞോളൂ, എന്തായിരുന്നു പറഞ്ഞത്? ബാർ മാഗ്നറ്റിന്റെ കാര്യത്തിൽ വിത്തൗട്ട് കറണ്ട് ഇറ്റ് ആക്ട് ആസ് എ മാഗ്നറ്റ്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോയിന്റ്. ആക്ച്വലി അതാണ്. ദാറ്റ്സ് വൈ വി സെഡ് magnetism around a bar magnet is permanent, but here it's only temporary. അത് നമ്മൾ പറഞ്ഞു. മാഗ്നറ്റിസത്തിന്റെ കാര്യം വെച്ച് പറഞ്ഞു. ഇനി ടീച്ചർ ഒരു ഹിന്റ് തരാം. ഓക്കെ, ആ ഹിന്റ് വെച്ചിട്ടൊന്ന് ആലോചിക്കൂ. വാട്ട് അബൌട്ട് ദ പോൾസ്? വാട്ട് അബൌട്ട് ദ ഓക്കെ, ആ പ്രാർത്ഥന എന്താ പറഞ്ഞേ? സോളിനോയിഡിലെ പോൾസ് നമുക്ക് ചേഞ്ച് ചെയ്യാം, പക്ഷെ ബാർ മാഗ്നറ്റിൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ആസ് ഇൻ ദ കേസ് ഓഫ് അതാണ് വി ആർ കമ്പയറിംഗ് ദ പോൾസ്. ഓക്കെ, പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്താണ്. പോൾസ് നോക്കിയാൽ ഇഫ് യു ജസ്റ്റ് ടേക്ക് ദ ബാർ മാഗ്നറ്റ്, വൺ പോൾ ഈസ് ഓൾവേസ് നോർത്ത് ആൻഡ് അനദർ പോൾ വിൽ ബി ഓൾവേസ് സൗത്ത്. നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ഇല്ല. നോർത്ത് എപ്പോഴും നോർത്ത് തന്നെയാണ്, സൗത്ത് എപ്പോഴും സൗത്ത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സോളിനോയിഡ് can we change the poles of the magnet, poles of the solenoid? പറ്റുമോ?
അതെങ്ങനെ പറ്റി? അബ്രാം എങ്ങനെയാ? അബ്രാം എന്ന് കറണ്ട് പറഞ്ഞു. പാസ് ചെയ്ത ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ആ നോയൽ അത് പറഞ്ഞു. നോയൽ എന്തായിരുന്നു പറഞ്ഞ ആൻസർ? കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കിയാൽ ആ യെസ്, കറണ്ട് പോകുന്ന ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ തന്നെ അല്ലേ? ഇവിടെ നമ്മൾ നേരത്തെ പോസിറ്റീവ് തിരിച്ചാക്കി റിവേഴ്സ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? ബൈ ചേഞ്ച് റിവേഴ്സിങ് ദ പൊളാരിറ്റി. കേട്ടോ, നമ്മൾ പറയുന്ന പൊളാരിറ്റി എന്നാണ്ടാവും ഉപയോഗിക്കുന്ന വാക്ക്. ബൈ റിവേഴ്സിങ് ദ പൊളാരിറ്റി ഓഫ് ദ സെൽ യു ക്യാൻ റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ സോറി യു ക്യാൻ റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് യു ക്യാൻ റിവേഴ്സ് ദ പോൾസ് ഓഫ് ദ സോളിനോയിഡ് അല്ലേ? നോർത്ത് സൗത്ത് നമുക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ശരിക്കും ആക്ച്വലി നമ്മൾ ചുറ്റിൻ്റെ ഷേപ്പ് മാറ്റിയാലും മതി എന്ന് അതിൽ. അപ്പോൾ പിന്നെ സോളിനോട് മാറ്റി വരും. സോളിനോട് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെ സെല്ലിൻ്റെ പൊളാരിറ്റി എന്ന് റിവേഴ്സ് ചെയ്യും. സെല്ലിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് മീൻസ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. സോ നമുക്ക് പറയാം പോൾസ് ഓഫ് ദ ബാർ മാഗ്നറ്റ് ഈസ് പെർമനൻറ്റ്, അത് മാറത്തില്ല. ബട്ട് ദ കേസ് ഓഫ് സോളിനോയിഡ് പോൾസ് ഓഫ് ദ ബാർ സോളിനോയിഡ് ആർ നോട്ട് പെർമനൻറ്റ്, ഇറ്റ്സ് ഓൺലി ടെമ്പററി. By reversing the direction of the current, we can reverse the direction. We can reverse the direction of the magnetic field and we can reverse the poles also. അപ്പോൾ പോളിൻ്റെ കേസിലും അതേ കണക്ക് തന്നെ ബാർ മാഗ്നറ്റിന് ഒരിക്കലും മാറില്ല, ബട്ട് സോളിനോയിഡ് മാറ്റാം. ഇനി നമുക്ക് പറയാവുന്നത് മാഗ്നറ്റിക്കിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ചാണ്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക്? ഷെറിൻ കുഞ്ഞുമോൻ, ഷെറിൻ വിളിച്ചാൽ മിണ്ടാത്തത് വല്ലാത്ത വിഷമമാണല്ലോ മക്കളെ ഇത്. അബിൻ ബി ജെയിംസ്, അബിൻ ബി ജെയിംസ്, അബിൻ തോമസ്, Abin Thomas, what about the strength of the magnetic field around a bar magnet? Whether it is permanent, can we change the strength of the magnetic field around a bar magnet? പറ്റുമോ? നമുക്ക് ഈ ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടണം അല്ലെ കുറയ്ക്കണം, നമ്മളെ കൊണ്ട് പറ്റുമോ? കൂട്ടാൻ പറ്റുമോ? അബിൻ, റിച്ചു റജി, വി കനോട്ട് ഡു അല്ലേ? നമുക്ക് ഒരു ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഡിക്രീസ് ചെയ്യാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ചേഞ്ച് ചെയ്യാൻ പറ്റാൻ കുറേ ഡിക്രീസ് ചെയ്യാൻ. ഒരു ബാർ മാഗ്നറ്റിനെ കണ്ടിന്യൂസ്ലി നമ്മൾ തറയിടുക നിൽക്കില്ലേ, അല്ലെങ്കിൽ ഹാമർ എവിടെയെങ്കിലും ഇട്ട് അടിക്കാൻ നിൽക്കില്ലേ, അങ്ങനെ ചെയ്താൽ അതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറഞ്ഞു വരും. എനിവേ ബട്ട് വി കനോട്ട്, അല്ലാതെ ചുമ്മാ വെച്ചിരുന്നാൽ ഇതില്ല. പിന്നെ ലോങ് ടേം യൂസ് കൊണ്ട് അതിൻ്റെ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും. നമുക്കറിയാം ആദ്യമൊക്കെ ചിലപ്പോൾ മാഗ്നറ്റ് നല്ല സ്ട്രോങ് ആയിരിക്കും, കുറേ വർഷങ്ങളുടെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയും. ബട്ട് നമ്മളിപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. എനിവേ വി കനോട്ട് ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ ബാർ മാഗ്നറ്റ്. ബട്ട് വാട്ട് അബൌട്ട് ഇൻ ദ കേസ് ഓഫ് എ സോളിനോയിഡ്? ക്യാൻ വി ഡു ഇറ്റ്? നന്ദന ജെ എൽ, നന്ദന, നന്ദന, അഗ്നിമിത്രൻ, 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 മോനെ, can we change the strength? Change means whether it is increase or decrease. Can we change the strength of magnetic field around a solenoid? പറ്റുമോ? പറ്റും അല്ലേ? അത് നമ്മളിപ്പോൾ ഒരുപാട് മെത്തേഡ് പറഞ്ഞു. അഗ്നിമിത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ പറ്റും നമുക്ക്? എങ്ങനെയൊക്കെ പറ്റും നമുക്ക്? നിങ്ങൾക്ക് പറഞ്ഞതാടാ. മുഹമ്മദ് സമീർ, മുഹമ്മദ് സമീർ, നമുക്ക് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ? പറ്റും. എങ്ങനെ പറ്റും? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. ബൈ ചേഞ്ചിങ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓർ ബൈ ചേഞ്ചിങ് ദ നമ്പർ ഓഫ് ടേൺസ് അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് വി ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് current carrying solenoid. But back in the case of bar magnet we cannot do. Okay, thus
ഇതാണ് കമ്പാരിസൺ പോയിന്റ്സ് ഇത്രയാണ്. ആ കമ്പാരിസൺ പോയിന്റ്സിന് ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യണം. അത് ഞാൻ നോട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് തരാം കേട്ടോ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ 3 കണ്ടക്ടേഴ്സ്, സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ, സർക്കുലർ കണ്ടക്ടർ, പിന്നെ സോളിനോട് ആക്കിയാലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഷേപ്പും ഡയറക്ഷനും കണ്ടു. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇൻ ദ കേസ് ഓഫ് സോളിനോഡ് വി ജസ്റ്റ് കമ്പയർ ദ മാഗ്നറ്റിസം അറൗണ്ട് എ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഡയറക്ഷൻ മാർക്ക് ഇതിനകത്തൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല, പക്ഷേ ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം. അത് ആൻസർ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കട്ടെ. നിങ്ങൾക്ക് ഹോംവർക്ക് നിങ്ങൾക്ക് ഒരുപാട് ഹോംവർക്ക് ഒന്ന് ബേർഡൻ ആവുന്നുണ്ടോ? എന്തെങ്കിലും വർക്കുകൾ ഒരുപാടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ ഉണ്ടോ മക്കളെ? ഉണ്ടോ? ആരൊന്നും ഉണ്ടെന്നില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് കാര്യം ചെയ്യുന്നത് അറിയാമോ? ഇപ്പം ഈ 3 വെച്ചിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയറക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും, കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എക്സാമിൽ പെട്ടെന്ന് കാണുമ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടാമെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും കേട്ടോ. കാരണം ഇനി 2 റൂൾ പഠിക്കുന്നുണ്ട്. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ റൂളും കൂടെ ആകുമ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ടീച്ചറിന് അന്ന് പണ്ട് നമുക്കൊരു 4-5 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തരാം. ഈ സെക്കൻഡ് ചാപ്റ്റർ റിലേറ്റ് ചെയ്യും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ 3 കണ്ടക്ടേഴ്സും തീർന്നു. ഇനി നമ്മൾ അടുത്ത ഇലക്ട്രിക് മോട്ടോറിൻ്റെ കേസ് പഠിക്കാനായിട്ട് അടുത്ത ക്ലാസ്സിൽ പോകും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വാങ്ങിയിട്ട് പോകും. കാരണം അടുത്ത ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചത് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ. അറ്റൻഡൻസിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇപ്പം തന്നെ ഇടാം. ഹലോ ടീച്ചർ. പറയും മോളെ. ടീച്ചർ വോയിസ് ഓഫാണ്. പറയും. ടീച്ചർ ഈ സോളിനോയിഡിനകത്ത് മറ്റേ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന കുറെ വഴികൾ പറഞ്ഞില്ലേ? അതിനകത്ത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കൂട്ടാന്ന് പറഞ്ഞു, നമ്പർ ഓഫ് ടേംസ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു, പിന്നെ ഒരു മറ്റേ കോർ അതിനകത്ത് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു. ഈ ഏരിയ ക്രോസ് സെക്ഷനകത്ത് വരുമോ? ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് വരും അതിനകത്ത്. ആ അയൺ കോർ യൂസ് ചെയ്തില്ലേ? അതായത് പക്ഷേ വലിപ്പം കൂടി അയൺ കോർ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ടേൺ ചെയ്യുന്നത് ഈ അയണിനെ ടേൺ ചെയ്യുമ്പോഴാണ് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലെന്ന് പറഞ്ഞു. സോഫ്റ്റ് അയൺ കോറും യൂസ് ചെയ്യുമ്പോൾ. അപ്പോ ഈ സോളിനോയിഡിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ കുറയുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നത്. സോളിനോയിഡിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ അല്ല. സോളിനോയിഡിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ അല്ല. സോളിനോയിഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ്ട് ഇത്രയുള്ളൊരു അയൺ കോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ളൊരു അയൺ കോർ നമ്മൾ എടുക്കുന്ന സോളിനോയിഡും ഇത്രയുള്ളൊരു അയൺ കോർ എടുക്കുന്ന സോളിനോയിഡും ഒരു ബാക്കിയെല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും. അയൺ കോർ മാത്രം ഡിഫറെൻ്റ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിലായിരിക്കും സ്ട്രെങ്ത് കൂടുതലായിട്ട് വരും. അയൺ കോറിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ കൂടുമ്പോഴാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുന്നത്. അതാണ്. ഓക്കെ. മനസ്സിലായി? ഓക്കെ. ലിങ്ക് ഇപ്പോൾ ഇടുന്നുണ്ട് കേട്ടോ. നമ്മളത് സോളിനോയിഡിന്റെ ലെങ്തും അതിന്റെ എത്രത്തോളം അളവാണെന്ന് വെച്ചാൽ അതിന്റെ അനുസരിച്ചാണ് ഇന്റൻസിറ്റി കൂടുന്നത് പറയുന്നതൊക്കെ. സോളിനോയിഡിന്റെ നിങ്ങൾ പറഞ്ഞ അതിന്റെ ഈ കനവും അതൊക്കെ വെച്ചിട്ടാണോ? കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടെ കനം കൂടിയ അയൺ കോറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? കൂടുതൽ സ്ട്രെങ്ത് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. പക്ഷെ കനം കുറഞ്ഞ അയണിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുറവായിരിക്കും. ഇത്രയും സോളിനോയിഡ് എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ടുണ്ടോ? നമ്മളെന്തെങ്കിലും സോളിനോയിഡ് ഇപ്പോൾ ടീച്ചറിവിടെ യൂസ് ചെയ്തതാണെങ്കിൽ ഇത് ജസ്റ്റ് നൂലാണ് കേട്ടോ. നൂല് കവർ ചെയ്ത എണ്ണയിലാണ്. ഇതിന് നമ്മൾ ചെയ്യാറുണ്ട്. കാരണം അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മൾ ഇൻസുലേറ്റഡ്
കോപ്പർ വയറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴും വരച്ചല്ലോ ഇതിനകത്ത് ആക്ച്വലി ഒരു ഇൻസുലേഷൻ ഉണ്ട്, കാണാൻ പറ്റില്ല അല്ലേ, ഇൻസുലേഷൻ ഉണ്ട്. നമ്മൾ സാധാരണ കോപ്പർ വയർ എടുക്കുവാണെങ്കിൽ ഇതിൽ ചെറിയ പെയിൻറ്റ് അടിച്ച് വെച്ചിരിക്കും കേട്ടോ. നമ്മൾ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഒരു ബ്ലേഡോ ഒരു കത്തി അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ചുരണ്ടി എടുക്കണം. അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, സാൻഡ് പേപ്പർ വെച്ച് നമ്മൾ നന്നായിട്ട് ചുരണ്ടി എടുക്കും. ചുരണ്ടി എടുത്തിട്ടേ കണക്ട് ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്നോ, നമ്മളിങ്ങനെ ചുറ്റി അടുത്തടുത്ത് വരുമ്പോഴേ ഇത് ഇങ്ങനെ ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ ചിലപ്പോൾ വന്നോളൂ. ഇങ്ങനെ തൊടാൻ അല്ലേ, സോളിനോട് പോലെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് ചുറ്റി എടുക്കുമ്പോൾ ഇങ്ങനെ ടച്ച് ആവും. ടച്ച് ആയാൽ എന്തെങ്കിലും സംഭവിച്ചു വല്ല കുഴപ്പമുണ്ടോ? ടച്ച് ആയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മക്കളെ? ഇങ്ങനെ ടച്ച് ആയാൽ ഇവ കമ്പികൾ തമ്മിൽ ഉണ്ടോ? ഷോർട്ടാവത്തില്ലേ അന്നേരവും? അപ്പോൾ ഷോർട്ടാവാതിരിക്കാനാണ് നമ്മൾ ശരിക്കും ഇൻസുലേഷൻ യൂസ് ചെയ്യുന്നത്, പെയിൻറ്റ് പോലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം അതിൻ്റെ കൂടെ ഇതിനകത്ത് എന്തുകൊണ്ട് കോട്ടൺ ത്രെഡും കൂടെ കണ്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കോട്ടൺ ത്രെഡ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചുകൂടെ സേഫാണ്. ഇത് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഭാഗത്ത് പെയിൻറ്റ് ചുരണ്ടി കളഞ്ഞിട്ട് കണക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആണ് ആക്ച്വലി ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോളിനോയിഡിന്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു? എവിടെ മുതൽ എങ്ങോട്ട് വരായിരുന്നു? നോർത്ത് ടു സൗത്ത് ആണോ സൗത്ത് ടു നോർത്ത് ആണോ? സോളിനോയിഡിന്റെ ബാർമാഗ്നറ്റിന്റെ പോലെ നമ്മൾ വരച്ച് ചെയ്തിട്ടില്ലായിരുന്നു. ബാർമാഗ്നറ്റിന്റെ പോലെ ബാർമാഗ്നറ്റിന്റെ വരച്ചതുപോലെ നമ്മൾ സോളിനോയിഡിന് ഇങ്ങനെ വരച്ചില്ലായിരുന്നു. അത് എങ്ങോട്ടാ? സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണോ? അല്ല, സെയിം ബാർമാഗ്നറ്റ് സെയിം തന്നെയാണ്. നോർത്ത് ടു സൗത്ത് തന്നെയാണ് ഡയറക്ഷൻ വന്നാല്. നോർത്ത് ടു സൗത്ത് തന്നെയാണ് ഡയറക്ഷൻ. പിന്നെ നോർത്ത് ഏതാണ് സൗത്ത് ഏതാണെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. നോർത്ത് സൗത്ത് ഏതാണെന്ന് ആദ്യം അറിയണം. അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോക്ക് വൈസിലാണോ ആൻറ്റി ക്ലോക്ക് വൈസിലാണോ കറണ്ട് കൊടുക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ നോർത്ത് സൗത്ത് മാർക്ക് ചെയ്യും. എന്നിട്ട് നോർത്ത് ടു സൗത്ത് നമ്മൾ ആരോ മാർക്ക് ചെയ്യും. എല്ലായ്പ്പോഴും ബാർമാഗ്നറ്റിന്റെയും ഈ സോളിനോയിഡിന്റെയും ഒരേ പൊസിഷൻ തന്നെ ആയിരിക്കും. അല്ല, ബാർമാഗ്നറ്റിൻ്റെത് എപ്പോഴും നോർത്ത് ടു സൗത്ത്, നമുക്ക് ഏതാ നോർത്ത് ഏതാ സൗത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് സോളിനോയിഡ് ആണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല. കാരണം അത് ഇറ്റ് ഡിപ്പെൻസ്.